ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂം മേക്ക് ഓവറാണ്. എക്സ്ട്രീം റൂം മേക്ക് ഓവർ ഒന്നുമല്ല ചെയ്യാൻ പോകുന്നത്. ഈ ബെഡിൻ്റെ അടുത്ത് അങ്ങോട്ട് ഇടുക, കട്ടനൊക്കെ ക്ലീൻ ചെയ്യുക, സ്റ്റേറ്റ് ടേബിളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുക. ഇതാണ് നമ്മുടെ ചെറിയ റൂം മേക്ക് ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് റൂം മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂം മേക്ക് ഓവറാണ്. ഇതാണ് നമ്മുടെ റൂം, പണ്ടത്തെ റൂം ഇതാണ്. കട്ടിലൊക്കെ ഫുള്ള് വാരി വലിച്ചിട്ടുള്ളൊരു റൂമാട്ടോ. അത് ഞാൻ മനഃപൂർവ്വം വാരി വലിച്ചിട്ടോന്നല്ല, ഓൾറെഡി ഞാൻ എണീച്ച് വരുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ പറഞ്ഞ് എന്തായാലും ഇങ്ങനെ ആക്കേണ്ട, റൂം മേക്ക് ഓവർ എടുക്കാനുള്ള അതിനെക്കൊണ്ട് തന്നെ മടക്കിയൊന്നും വെക്കണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കിപ്പം ഞാൻ സ്റ്റഡി ടേബിൾ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഇത് നമ്മളെ മറ്റേ എന്താ പറയുക, ഇപ്പം ഡെസ്ക് മേക്ക് ഓവർ ചെയ്തില്ലേ, അതിന് മുന്നിട്ടൊരു വീഡിയോ ആയിക്കൊണ്ട് തന്നെ സ്റ്റഡി ടേബിൾ അവിടെയാണ് കിടക്കുന്നത്. അപ്പം അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് വരിക, ഇതൊന്നും ഇപ്പോൾ മനഃപൂർവ്വം ഇട്ട് വെച്ചതാണല്ലോ എന്നുള്ളൊരു ഡൗട്ടുണ്ടോ. അപ്പം അത് ഞാൻ ഡെസ്ക് മേക്ക് ഓവറിന് മുന്നേ എടുത്ത് വെച്ചതായിരുന്നു റൂം മേക്ക് ഓവർ. പക്ഷേ ഡെസ്ക് മേക്ക് ഓവർ ഫസ്റ്റ്, റൂം മേക്ക് ഓവർ എപ്പോഴാണ് എടുത്തത്. ഈ റൂം മേക്ക് ഓവർ എന്നോ എടുത്ത വീഡിയോ, എനിക്ക് തോന്നുന്നത് ഏപ്രിലായിട്ടും ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് ജൂൺ 1-ാം തീയതിയാണ് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പം എന്തായാലും ഞാൻ ഇത് എടുത്ത് വെക്കണം. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എടുത്ത് വെക്കണോ അല്ല അവിടെ തന്നെ വെച്ചാലോ എന്ന്. പക്ഷെ അവിടെ ആണെങ്കിൽ നമ്മളൊരു വാളിൻ്റെ മുകളിൽ വാൾപേപ്പർ ഒട്ടിച്ചുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് തന്നെ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അമ്മനെ വിളിക്കണം, പക്ഷെ കുറേ കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ആക്കാനുള്ളതാണ് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ ആക്കിയിട്ടോ. പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡിൽ കുറേ തുണി ഉണ്ടായിരുന്നു. അപ്പോൾ ആ തുണിയൊക്കെ എങ്ങോട്ടും എടുത്ത് വെക്കേണ്ടത് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അപ്പം എങ്ങോട്ടെങ്കിലും എടുത്ത് വെച്ചാൽ അമ്മ അത് അവിടെയല്ല വെക്കേണ്ടത്, അത് ഇവിടെയാണ് വെക്കേണ്ടത്, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് പിന്നെ വലിയ പ്രശ്നമാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അതെടുത്ത് വേറെ റൂമിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഇത്ര ചെയ്തുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാടി ഒന്ന് ക്ലീൻ ആക്കണമെന്ന് വെച്ചാൽ കണ്ണാടി നമ്മൾ ഞാൻ എപ്പോഴും തൊട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ ഞാനും എല്ലാവരെയും വെറുതെ ഇങ്ങനെ തൊടുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ തൊട്ട് കളിക്കുന്ന സമയത്ത് തന്നെ എന്താ പറയുക, അതിൻ്റെ മുകളിൽ എന്തോ കറയൊക്കെ വരും. നമ്മളങ്ങനെ ഫിംഗർ പ്രിൻ്റൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കഴുകി കൊടുക്കും. നമ്മളിങ്ങനെ ക്രോവീസ് അല്ല, എന്താ പറയുക, ഇപ്പം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് തുടയ്ക്കേണ്ടതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സൈഡ്സൊക്കെ നമ്മൾ നേരെ തുടയ്ക്കണം, മറ്റേ സൈഡ് ഒരു റെക്റ്റാങ്കിൾ ഓവൽ ആ ഒരു ഷേപ്പിലാണ് തുടയ്ക്കേണ്ടത് എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ നല്ല വൃത്തി കിട്ടി. പിന്നെ ഞാൻ സൈഡിൽ കൂടെ ഒന്ന് സ്പ്രേ ഇട്ടു. ഇതിപ്പം വേറൊക്കെ സ്പ്രേ ചെയ്യുന്നൊരു വെള്ളമാണ്, ഇതിൻ്റെ പേരെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല.
വേറെന്തോ എനിക്ക് അതിൻ്റെ പേരറിയില്ല. അതിൻ്റെ മുകളിലത്തെ സ്റ്റിക്കറൊക്കെ ഞാൻ പറിച്ചിട്ടാലുകൊണ്ട് അതിൻ്റെ പേരെനിക്കറിയില്ല. പക്ഷേ കണ്ണാടിക്ക് ക്ലീൻ ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. അപ്പം അതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തു. അപ്പോഴാണ് എനിക്കൊരു തൃപ്തിയാവുള്ളൂ. സാധാ വെള്ളമിട്ട് കഴുകുമ്പോൾ അതിൻ്റെ തൃപ്തി എനിക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ആ ഒരു സോപ്പിട്ടൊന്നും കഴുകണ്ട. നമ്മുടെ സാധാ ഇനി സോപ്പിട്ട് കഴുകാൻ പറ്റും. അത് ഏതെങ്കിലും ഇതേപോലെ സ്പ്രേ ബോട്ടിലാക്കി വെക്കാം. എന്നിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആക്കി കൊടുത്താൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഇത് മിറർ ക്ലീൻ ചെയ്യുന്നത് വാങ്ങിക്കാമെന്ന് ഞാൻ പറയുകയാണ്. ഇനി അത് വാങ്ങിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചാൽ ജസ്റ്റ് വെള്ളം അടിച്ച് ഞാൻ ചെയ്യുന്ന പോലെ നല്ല ആടി കുഴഞ്ഞ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല വൃത്തിയായിട്ടും കിട്ടും കേട്ടോ. ഏതാണെങ്കിലും വൃത്തിയായി കിട്ടും. ഇതുണ്ടോ, ഇപ്പോൾ വൃത്തിയായി കിട്ടിയില്ലേ? നന്നായിട്ട് ആവുന്ന ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനി എന്തിപ്പോൾ ചെയ്യാനുള്ളത്? ഇനി നമുക്ക് ഉള്ളൊന്ന് ക്ലീൻ ചെയ്യണം. ഒക്കെ ഭയങ്കരമായിട്ട് ഞാൻ നെസസറി ആയിട്ട് ഇട്ടതാണ്. പക്ഷേ അധികം നെസസറി ആയിട്ടില്ല. എന്നാലും ഞാൻ എൻ്റെ ചെറിയൊരു ക്ലീനപ്പ് വേണ്ട വിചാരിച്ചിട്ട് അതും ജസ്റ്റ് ഒന്ന് ഞാൻ വാർഡ്രോബും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പണ്ടത്തെ ഐഷാഡോ പാലറ്റ്, പണ്ടത്തെ അല്ല പുതിയതായിട്ടുള്ളൊരു ഐഷാഡോ പാലറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാണാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പോയി ഈ കുട്ടൻ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്ന് വൃത്തിയാക്കിയപ്പോഴാണ് അത് ഇവിടെയാണല്ലോ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പിന്നെ വള വാച്ച് ഐറ്റംസ് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പം അത് നമുക്ക് അതിനകത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ കട്ടിലിൻ്റെ അങ്ങോട്ട് വന്നു. പിന്നെ കട്ടിലൊന്ന് ചരിച്ചിടണമായിരുന്നു, അതായിരുന്നു പണി ഉണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ ബുക്കൊക്കെ ബുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെക്കണമല്ലോ. നെയിം സ്ലിപ്പ് മാത്രം ഒട്ടിച്ചിട്ടില്ല. അതിപ്പം നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു നെയിം സ്ലിപ്പാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെ കിട്ടുള്ളൂ. അപ്പോൾ നാളെ ഇപ്പോൾ 12 മണി വരെ അല്ലേ ഉള്ളൂ. അതിനെക്കൊണ്ട് വലിയ കുഴപ്പമില്ല, ഒട്ടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അമ്മേൻ്റെ ഒരു ക്യാൻവാസൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ മ്യൂറലൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്നെ കാണിക്കാണ്ടാണ് മ്യൂറലൊക്കെ ചെയ്യുക. ബിക്കോസ് ഞാനത് എടുത്തുണ്ടാവും. എന്നിട്ട് നല്ല നല്ല സീരിയസ്ലി ഞാൻ പറയാണ്, അമ്മ വരയ്ക്കുന്ന പോലെ സെയിം സാധനം തന്നെ ഞാൻ വരച്ച് വെക്കും. പക്ഷെ അമ്മേൻ്റെ സാധനം തീർന്നു പോവുമല്ലോ, അതിനെക്കൊണ്ട് ഞാൻ കാണാണ്ട് അമ്മ എവിടേക്ക് ഒളിപ്പിച്ച് വെക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ കണ്ടുപിടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കൂടുതൽ സമയം ഞാൻ ഈ ബെഡിൻ്റെ മുകളിൽ കഷ്ടപ്പെട്ടു. പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി വെക്കണമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എൻ്റെ കൈയാണ് ഒടിഞ്ഞതുമാണ്. ഞാനൊരു കഷ്ടപ്പാട് തന്നെ ഈ ഒരു ഇതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ കഷ്ടപ്പെട്ടു ഈ എന്തോന്ന് വലിക്കാൻ വേണ്ടി. ഞാൻ വിചാരിച്ചു അമ്മനെ വിളിക്കണമെന്ന്. പക്ഷെ ഞാൻ അപ്പോൾ വിചാരിച്ചു എന്നെ അമ്മനെ വിളിച്ച് സർപ്രൈസ് പൊളിയണ്ടാലും വിചാരിച്ചിട്ട് ഞാൻ അമ്മേനെ ഒന്നും വിളിക്കാണ്ട് ഒറ്റയ്ക്ക് തന്നെ ഇത്തിരി സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല കൊട്ട വെയിലായതുകൊണ്ട് അമ്മ ബെഡൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു പുറത്തിട്ടോട്ടെ, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ നേരെ അടിക്കാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ അടിച്ചാലല്ലേ നല്ല രസമൊക്കെ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാലയൊക്കെ ഉണ്ട്. അപ്പോൾ ആ മാറാലയൊക്കെ പോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ചൂല് വെച്ചൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് 2 കുരുപ്പുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ. 2 കൂടെ വന്നിട്ട് ക്യാമറേൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഗൈസ് ദേവൂസ് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് 2 കൂടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് 2 വീഡിയോ കണ്ടാൽ പറയും ദേവൂസ് എന്ത് കഷ്ടമാണ് ദേവൂസ്, എന്താ ഡബിൾ മീനിങ് ആക്കി എടുക്കുന്നത്.
പിന്നെ ഇത് വലിയ പ്രശ്നം തന്നെയായിരിക്കും. ഞാൻ കുരിപ്പുകൾ എന്നൊക്കെ വിളിച്ചതിന് അതിൽ പറയും നീ ബാഡ് വേർഡ്സ് ഒന്നും വിളിക്കാറില്ല എന്നല്ലേ പറയാറ്. പക്ഷെ ഞാൻ തമാശക്ക് പറഞ്ഞാണ്. അവൾ ഭയങ്കര എന്തോ ഭീകരമാക്കി എടുക്കുന്ന അതിൻ്റെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ രണ്ടെണ്ണം കൂടെ വന്ന് ഓരോ സാധനങ്ങളും ചെക്കിങ് ആയിരുന്നു ഇവിടെ. ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു, ഞാനൊക്കെ എന്തൊക്കെ വാങ്ങിച്ചില്ല, ഞാൻ എന്തൊക്കെ ചെയ്തു, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഓള് മറ്റേ ഞാൻ പറഞ്ഞില്ലേനോ കണ്ണാടിക്ക് അടിച്ച് അതൊക്കെ ഓളെ അടുത്തൊക്കെ മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഓൾക്ക് അതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെട്ടില്ല രണ്ടാൾക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ഓലെ ഭയങ്കര ഇഷ്ടമാക്കും. ഓൾക്ക് ഇന്ന് ഇഷ്ടമുണ്ടോ ഐ ഡോണ്ട് നോ. അപ്പം പിന്നെ ഞാൻ അമ്മച്ചേച്ചി കാലൊക്കെ എടുത്ത് ബെഡിൻ്റെ മുകളിലൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ബട്ട് അമ്മച്ചേച്ചിയുടെ കാണുന്നില്ല, അതാണ് കൈ കാട്ടി കളിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് രണ്ടെണ്ണം കൂടെ. അതൊക്കെ മ്യൂട്ടാക്കി വെച്ചതാണ്. സംസാരിക്കുന്നതൊക്കെ കേൾക്കുമല്ലോ, പൈനക്കൊണ്ടിയൊക്കെ മ്യൂട്ടാക്കി വെച്ചാണ്. പിന്നെ രണ്ടെണ്ണം കൂടെ ബാഗ് കാണിക്കുന്നുണ്ട്. എൻ്റെ ഓരോ വൈറ്റ് ടേബിൾ ഒട്ടിച്ച് വെച്ചത് അങ്ങനെ കുറേ കാണിക്കുന്നുണ്ട് രണ്ടെണ്ണം കൂടെ. അപ്പോഴത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അമ്മ പറഞ്ഞ് മറ്റേ മോപ്പ് എടുത്തിപ്പോൾ തുടയ്ക്കേണ്ടാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോപ്പ് എടുത്തില്ല, മറ്റേ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ആൾ ആരാധി പറയാണ് ഗൈസ് ഉണ്ടാക്കിയ കുതിര സാധനമൊക്കെ കണ്ടോന്നൊക്കെ പറയുകയാണ്. അമ്മ കിടക്കി എടുത്തിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡ്ഷീറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ബെഡ്ഷീറ്റ് അങ്ങനെ ഞാൻ പിന്നെ ഞാൻ ചെറിയൊരു ഭാഗത്തിൻ്റെ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനിവിടെ എത്തിയപ്പോഴത്തേക്ക് 5:22 ആയിട്ടുണ്ടായിരുന്നു, 5:30 ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക്. പിന്നെ ഞാൻ പെട്ടെന്ന് ഷടപടേന്ന് ഇനിയിപ്പോൾ നാളെ സ്കൂൾ തുറക്കാണല്ലോ, അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നല്ല അത്യാവശ്യം സ്ലോലൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫാസ്റ്റിലിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര സ്റ്റെക്ക് പോലെ എനിക്ക് ഈ വീഡിയോയിൽ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടുമ്പം സ്റ്റെക്കാവോ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ റെഡ് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിക്കലൊക്കെ ആയിരുന്നു കേട്ടോ പണി.